നമ്മുടെ കാത്തൂട്ടി സ്കൂളിലേക്ക് പോകുന്നതല്ലേ കണ്ടിട്ടുള്ളൂ, ഇന്ന് വരുന്നത് കാണിക്കാട്ടോ. ബസ്സിൽ വന്നിരുന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോഴേ ഇന്ന് കൊടുത്തുവിട്ട ഫുഡ് അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ചോദിച്ചപ്പോ പറഞ്ഞത് എന്താന്നോ, അമ്മയുടെ കൂടെ കഴിക്കാൻ കൊണ്ടുവന്നതാണെന്ന്. വെറുതെ ദേ കഴിക്കാൻ മടിയായിട്ട് മൂശാട്ട് പിടിച്ചിരിക്കുകയാണ്. പിന്നെ ബസ് മൂവ് ചെയ്തപ്പോ എന്നത്തെയും പോലെ തന്നെ ഉറക്കം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആള്. കുറച്ചു നേരത്തെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് ആ ഉറക്കെന്താ ഇങ്ങനെ തുടർന്നു വീട് വരെ. സത്യം പറഞ്ഞാ 11:30 കാത്തൂട്ടിയുടെ ക്ലാസ് കഴിയുന്നതല്ലേ. പിന്നെ എന്നെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് അവിടെ സ്റ്റേ ബാക്ക് റൂമില്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ കാത്തൂട്ടിക്കുണ്ട്. പിന്നെ ഒരു വിധത്തിലാണ് ഉറക്കത്തിൽ നിന്ന് എണ്ണീപ്പിച്ചത്. അങ്ങനെ നമ്മൾ റൂം എത്തിയിട്ടുണ്ട് കേട്ടോ. റൂമിൽ വന്നിട്ടുള്ള കാഴ്ച എന്താണെന്ന് കാണണ്ടേ. വേഗം വന്ന് എന്റെ കാത്തൂട്ടി ഷൂ ഒക്കെ ഊരിയിടും കേട്ടോ. എന്നിട്ട് ഇതാ ഓടിപ്പോയി ഒരു ഒറ്റക്കെടുത്താണ്. പിന്നെ എത്ര നേരം ഒന്ന് വിളിക്കണോന്നറിയോ, കാത്തൂട്ടിയെ ഒന്ന് എണ്ണീറ്റേ, ഈ യൂണിഫോം ഒക്കെ ഒന്ന് മാറിക്കേ, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണ്ടായോ പൊന്നാ. പാവം എന്റെ കുട്ടി. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്, നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന് ഇത്രയും ക്ഷീണം വരില്ലായിരുന്നു.